ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ മീഡിയ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടിയും കൊണ്ടുള്ള ഒരു ഹെൽത്തിയായ കേക്കാണ്. അതിനായി ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാനിപ്പം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇങ്ങനെ ഞാൻ ഈ പഞ്ചസാര മെൽറ്റാക്കുന്നത് ഈ കേക്കിന് ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയാണ്. നമുക്കിനി കുറച്ച് സമയം ഇളക്കാതിരിക്കാം. നമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം നല്ല കട്ടുകളൊക്കെ ഉടഞ്ഞ് നല്ല തിക്കിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ജാർ എടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ബട്ടറാണ്. ഇത് ഞാൻ 10 മിനിറ്റോളം മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ഇതിലേക്ക് ചേർക്കാതിരിക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് അമൃതം പൊടിയാണ്. ഇത് ഒരു പാത്രത്തിലേക്ക് അരിച്ചിടാം. ഇതിലെ കട്ടകളൊക്കെ മാറ്റിയ ശേഷം മാത്രമേ നമ്മളിത് ജാറിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചൂടാറിയിരിക്കുന്ന പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് പാലാണ്. അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ അടിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കാവുന്നതാണ്. ഈ തിക്കിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണോളം വാനില എസൻസ് ആണ്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രം എടുക്കാം. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി അത് 2 സൈഡിലോട്ടും നല്ലപോലെ പറ്റുന്ന കണക്കിൽ തൂത്ത് കൊടുക്കണം. കുറച്ച് പൊടിയിട്ട് നല്ലപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 സൈഡിൽ നിന്നും നല്ലപോലെ കൊട്ടിയെടുക്കണം. എങ്കിലേ അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഒരു പഴയ പാനാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് ഒരു 5 മിനിറ്റത്തോളം ചൂടായ ശേഷം അതിലേക്ക് ഒരു തിരികെ എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ വേണം നമ്മളിത് വയ്ക്കാൻ. ഇല്ലെങ്കിൽ കേക്ക് പെട്ടെന്ന് അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഒരു 3/4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെന്തോ എന്നറിയാൻ വേണ്ടി ഒരു ഇർക്കിലി വെച്ച് ഞാൻ കുത്തി നോക്കുന്നുണ്ട്. ഇപ്പം ഇർക്കിലിയിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. ഇതിപ്പം നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കേക്ക് ഇവിടെ നല്ല ചൂടാക്കി ആറിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല അകമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണിത്. കഴിക്കാനും നല്ല രുചിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.